ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ ചായ കുടിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഇന്നൊരു ലോങ് ഡേ ആയിരിക്കും. എന്താണെന്നറിയോ? കാരണം ഇന്ന് നമ്മളെ കസിന് സർപ്രൈസ് ആയിട്ട് ഒരു മം ടു ബി പാർട്ടി കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെ. അപ്പോൾ അതിൻ്റെ ബലൂണും സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഇന്നലെ രാത്രി ആക്കി വെച്ച്, പക്ഷേ ബാക്കിയുള്ളത് ഇപ്പോൾ ചായ കുടിച്ച ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ഫിനുവാന്നുള്ളത്, വേറെ ആരും ഇല്ല ഇവിടെ, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ രണ്ടാളും കൂടി ഇതിൻ്റെ ബലൂണൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഒരു 11 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ബലൂണിൻ്റെ പണിയൊക്കെ തീർത്തിട്ട് അടുക്കളയിലേക്ക് കയറണം. അടുക്കളയിൽ കയറി പണി തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ ലഘുവായിട്ടൊരു ചായയും കുടിച്ച് ഇനിയാണ് നമ്മളെ വലിയ ടാസ്ക് തുടങ്ങുന്നത്. 3 പാലട മിക്സും ഒരു വലിയ പാത്രവും എന്നെ ഏൽപ്പിച്ചാണ് ഫസീലോമ ഇന്ന് പുറത്തു പോയത്. എന്നിട്ട് അതിൽ പായസം ഉണ്ടാക്കുന്നതോ അത് ഞാൻ. ഇതിൽ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നേ ഇതുവരെ പായസം വെച്ചിട്ടില്ല. പായസം വെക്ക് എങ്ങനെയാണെന്നൊരു ഐഡിയ ഉണ്ട്, പക്ഷെ ഐഡിയ മാത്രം പോരാലോ. ഇത്രയും എമൗണ്ട് പായസം ഉണ്ടാകുമ്പോൾ കുറച്ച് എക്സ്പീരിയൻസും വേണ്ടേ? അതെനിക്കില്ല. ആദ്യമായിട്ട് പായസം വെക്കുന്നതോ ഇത്രയും ആൾക്കാർക്ക് കുടിക്കാനുള്ള പായസം ഒരുപാട് വെക്കുന്നുണ്ട്. പായസം വെക്കൽ നമ്മൾ ബിസ്മി ചൊല്ലി അങ്ങ് തുടങ്ങി. പാലട മിക്സ് യൂസ് ചെയ്ത് പായസം വെക്കുമ്പോൾ കാരമലൈസ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാലോ. പക്ഷേ കാരമലൈസ് ചെയ്താലാണല്ലോ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര മാത്രം കാരമലൈസ് ചെയ്തു. അതെന്തെന്ന് വെച്ചാൽ, കാരമലൈസ് ചെയ്തിട്ട് അഥവാ മധുരം അധികമായി പോയാലോ, പാലട മിക്സിൽ ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് ടൈം തുടക്കത്തിൽ തന്നെ നമ്മൾ വലിയ മണ്ടത്തരം. നമ്മൾ ഗീ ഒഴിക്കുന്നതിന് പകരം ഡാൽഡ ഒഴിച്ച്, ഫസ്റ്റ് ടൈം അല്ലേ, മണ്ടത്തരമൊക്കെ സാധാരണ അല്ലേ. എന്നിട്ട് അതിൽ കുറച്ച് ഷുഗർ ഇട്ട് നമ്മൾ കാരമലൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പാലട പായസം വെക്കുമ്പോൾ കാരമലൈസ് ചെയ്യുന്ന ഐഡിയ ഒക്കെ എനിക്ക് റീലിൽ കൂടി കിട്ടിയതാണ്. എനിക്ക് എന്തുണ്ടാക്കുമ്പോൾ ഒരു കോൺഫിഡൻസാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉണ്ടാക്കി അത് കുളമാകൂല, ഇത് ശരിയാകും, ഇത് സെറ്റാകും, ടേസ്റ്റ് ഉണ്ടാക്കും, അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിശ്വാസത്തിൽ ഞാനങ്ങ് ഉണ്ടാക്കാം. ഫസീലോമ ഇനി ഉണ്ടാക്കുമോ പായസം എന്ന് ചോദിച്ചിട്ട്, ഓ ഞാൻ ഉണ്ടാക്കും ഷുഗർ എന്നാണ് ഞാൻ പറഞ്ഞത്. പഞ്ചസാര നല്ലോണം കുറുകി ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിക്ക്. ഇനി ഇതിലേക്ക് പാലൊഴിക്കണം. ഇവിടെയാണ് നമ്മളെ മണ്ടത്തരം നമ്പർ 2. പഞ്ചസാര തണുത്താൽ വേഗം കട്ടിയായി പോകുന്ന സാധനമാണല്ലോ. ഇതിലേക്ക് നമ്മൾ പാലൊഴിക്കേണ്ട, ഒന്നുകിൽ തിളപ്പിച്ച പാല്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് തണുപ്പില്ലാത്ത പാലെങ്കിലും ഒഴിക്കണം. ഞാൻ ഇതിലേക്ക് ഒഴിച്ചതോ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത തണുത്ത പാല്. അടിപൊളി. നമ്മൾ പാലൊഴിക്കുന്ന സ്റ്റൈലൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നമ്മൾ കുട്ടികളല്ലേ. പാലൊഴിച്ചേരെ തന്നെ മെൽറ്റായ ഷുഗർ നല്ല കട്ടിയായിപ്പോയി. തണുത്ത പാലല്ലേ ഒഴിക്കുന്നത്. എന്നിട്ട് പഞ്ചസാര കട്ടായി ഇതൊരുമാതിരി അവസ്ഥയായിപ്പോയി. നമ്മൾ എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കണമല്ലോ. ബട്ട് ഇതിലൊന്നും നമ്മൾ തളരില്ല. ഇതൊക്കെ സാധാരണമാണ്. ഇനി പാല് തിളയ്ക്കുമ്പോൾ പഞ്ചസാര കൂടി അങ്ങ് അലിഞ്ഞു പോവുണ്ടാകും. അങ്ങനെയുള്ള പ്രതീക്ഷയിൽ നമ്മൾ പായസം ഉണ്ടാക്കുന്നത് കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 2ാമത്തെ പാക്കറ്റ് പാലും 3ാമത്തെ പാക്കറ്റ് പാലും ഒഴിച്ച് 3 പാക്കറ്റ് പാലട മിക്സും പിന്നെ 5 പാക്കറ്റ് പാലും അതിന് ഇവിടെ ഉള്ളത്. പക്ഷേ ഇതിൽ എത്ര പാക്കറ്റാണ് പായസത്തിന് വേണ്ടത് എന്ന് നമുക്കറിയാല. ഇത് ചോദിക്കാനായിട്ട് ഫസീലോമനെ വിളിച്ചിട്ടാന്നേ ഫോൺ എടുക്കുന്നില്ല. സോ നമ്മൾ എക്സ്ട്രാ ഒരു പാത്രത്തിൽ പാല് തിളപ്പിച്ച് വെച്ച്, ആവശ്യം വരാമെങ്കിൽ അഥവാ പാല് കുറവായി പോയാൽ അതിലേക്ക് ആഡ് ചെയ്യാലോ നമുക്ക്. ഇതൊന്നും ഞാൻ ഒറ്റക്കല്ല കേട്ടോ, ഫിനു ഉണ്ട് കൂടി. ഞങ്ങൾ രണ്ടാളും കൂടി 2 സൈഡിൽ നിന്ന് പാലിളക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ഒരു സുന്ദരി കുട്ടി വന്ന് നിൽക്കുന്ന. ഇത് ഇവിടുത്തെ പൂച്ചൊന്നല്ല കേട്ടോ, നാടൻ പൂച്ചയാണ്. പക്ഷെ എന്തൊരു മുഞ്ചാവളെ കാണാനേ നോക്ക്. പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ മിക്സൊക്കെ ഒന്ന് പൊട്ടിച്ച് വെക്കാമെന്ന് ഞാൻ വിചാരിച്ച്. ഫസ്റ്റിലത്തെ പൊട്ടിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി. ഇതിങ്ങനല്ലേ പൊട്ടിക്കുക, ഇതെന്താ ഇത്രയും ടഫ് പൊട്ടിക്കാൻ എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ 2ാമത്തത് പൊട്ടിച്ചപ്പോൾ എനിക്ക് തരുന്നുണ്ട്, ഇതങ്ങനെയൊന്നുമല്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതാ ഇതുപോലെ തുറന്നിട്ടെങ്കിൽ പൊളിച്ചെടുത്താൽ മതി. അതിനാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടത് മൊത്തം. എന്ത് ചെയ്യാനാ, മണ്ടത്തരങ്ങളെ. ഇപ്പം പാലുമ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് 1 മണിക്കൂറായി, എന്നിട്ടും പാൽ ഇതുവരെ തിളച്ചിട്ടില്ല. ആകെ 3 പാക്കറ്റ് പാലാണുള്ളൂ. എന്നിട്ട് എന്താ തിളയ്ക്കാത്തതെന്നാണ് നമ്മളെ ഡൗട്ട്. ഉമ്മച്ചീനെ വിളിച്ച് ചോദിച്ചാൽ ഉമ്മച്ചി പറഞ്ഞത് പാല് തിളച്ചിട്ട് ഇതിൽ ഇടാൻ പറ്റുമെന്നാണ്. പാലാണ് 1 മണിക്കൂറായിട്ട് തിളയ്ക്കൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേന് വെച്ചത് കുറച്ച് ഹൈ ആക്കി കൊടുത്തു. എന്നിട്ട് അവിടുന്ന് വീണ്ടും 1/2 മണിക്കൂർ കൂടി പാലടുപ്പത്ത് കടന്നതിന് ശേഷം അത് ചെറുതായിട്ട് തിളയ്ക്കുന്നൊരു സൂചന കാണിച്ച്. ചെറുതായിട്ട് പാല് തിളച്ച് വരുന്നത് തോന്നിയാലും തന്നെ നമ്മളെന്ത് ചെയ്ത് പാലട മിക്സ് അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത്. ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ, വേറെ പണിയുണ്ടല്ലോ.
3 പാലട ഇട്ടുണ്ടായാലും അഥവാ അത് തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരു പാക്കറ്റ് സേമിയം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം. ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിൽ പാല് പോരാന്ന് തോന്നി. അപ്പം നമ്മൾ നേരത്തെ കാച്ചി വെച്ച പാല് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത്. പാല് മതിയാവില്ല എന്ന് തോന്നിയാൽ നമ്മൾ വീണ്ടും പാല് കാച്ചി ഇതിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളവും ഇതിലേക്ക് ഒഴിച്ച് പായസം ഉണ്ടാക്കി ഇതങ്ങ് വൈകുന്നേരം ആകാനായിക്ക്. നമ്മുടെ പായസം കണ്ടോ, സൺകിസ്റ്റ് പായസം വെന്ത് വീണ്ടും നല്ല തിക്കായി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടിയും പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത്. പിന്നെ ഇത് നല്ലോണം വെന്ത് വന്ന് ഇത് ഇറക്കാനായാലും നമ്മുടെ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത്. ഇനി ഇതിലേക്ക് നമ്മൾ നട്ട്സും പിന്നെ കിസ്മിസും ഒക്കെ വറുത്തിടണം. ഇവിടെയാണ് ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മളോട് ഇത് വറുക്കുമ്പോൾ ഇതങ്ങ് കരിഞ്ഞു പോയി. കിസ്മിസ് ഇവിടെ ഒരുപാടുണ്ടായിരുന്നു, നട്ട്സ് ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് മൊത്തം ഞാൻ കരിച്ച് കളഞ്ഞു. ഇനി വേറെ വഴിയൊന്നും ഇല്ല. പിന്നെ അവിടെ നടന്നത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അങ്ങനെ ഒന്നും നടക്കൂല എന്ന് തോന്നിയാലും നമ്മൾ പായസം അവിടെ മൂടി വെക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് വസീലമാരോട് വിളിച്ച് പറഞ്ഞ് നമ്മൾ വരുമ്പോൾ കുറച്ച് നട്ട്സ് വാങ്ങണം, ഇവിടെ നട്ട്സ് ഇല്ലേനൊന്ന്. എന്താ നല്ല മക്കളായേ. അങ്ങനെ ഫസീലമ്മ വന്ന് വേറെ നട്ട്സൊക്കെ കൊണ്ടുവന്നേരം ഒന്നുകൂടി വറവിടാൻ നമ്മൾ തീരുമാനിച്ച്. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. നമ്മൾ വീണ്ടും ഇത് കരിച്ച് കളഞ്ഞ്. പക്ഷെ വേറെ ചോയ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കരിഞ്ഞ നട്ട്സ് തന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത്. എന്നിട്ട് ആരെങ്കിലും കാണുന്നതിൻ്റെ മുന്നേ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്തു. 11 മണിക്ക് ഇങ്ങനെ തുടങ്ങിയ പായസം ഉണ്ടാക്കി കഴിഞ്ഞതാണെങ്കിൽ 4 മണിക്ക്. ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല വിശപ്പുണ്ട്, ചോറൊന്നും തിന്നിക്കില്ലല്ലോ. അതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറും തിന്ന്. അപ്പോഴത്തേക്ക് എല്ലാവരും എത്തിക്ക്. എല്ലാവരും ബാക്കി ബലൂണ് സെറ്റ് ചെയ്യും, ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. കുറേ പണിയുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോഴത്തേക്കും മുഹമ്മദ് ഫെബിയും കൂടി ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞിനും. നമ്മുടെ കസിൻസിൻ്റെ ഇടയിൽ എന്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ ഫെബി ആട്ടോ മെയിനായിട്ട് ഉണ്ടാക്കുക. നമ്മുടെ കൂടെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി, ഓളങ്ങ് ചെയ്യും എല്ലാം. ഇതാണ് നമ്മുടെ കേക്ക്. നമ്മളെല്ലാം ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് തീമിൽ ചെയ്യാനാണെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഗോൾഡൻ കളർ വൈറ്റ്. അങ്ങനെ നമ്മളെല്ലാവരും ഡ്രസ്സും ഗ്രീൻ ആൻഡ് വൈറ്റ് ഒരു തീമാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഗ്രീൻ ആൻഡ് വൈറ്റ് ഡ്രസ്സും ഒക്കെ ഇട്ട് ഇവിടെയൊക്കെ സെറ്റാക്കി എല്ലാം ശരിയായി നിൽക്കുന്നുണ്ട്. പിന്നെ സോനു വന്ന് ഓള് തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു നമ്മളിങ്ങനെ സർപ്രൈസ് ആയിട്ടൊരു ഇത് കൊടുക്കുന്നേ. അവൾ ശരിക്കും നല്ല ഹാപ്പി ആയിരുന്നു. അവളുടെ റിയാക്ഷൻ കണ്ടാൽ നമുക്ക് നല്ല സന്തോഷം വന്നേ. ഇവിടെ വല്യുമാരെ കാണാനൊന്നും പറഞ്ഞാൽ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നിട്ടാണ് നമ്മൾ സർപ്രൈസ് ആയിട്ട് ഇത് കൊടുക്കുന്നത്. അവൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവൾ നല്ല സർപ്രൈസ്ഡായി. പിന്നെ നമ്മളെല്ലാവരും സ്നാക്സും പിന്നെ സ്പെഷ്യൽ പായസമൊക്കെ ഉണ്ടായിരുന്നു. പായസം കുടിച്ച് ഫുഡ് കണ്ടാൽ പിന്നെ ഞാൻ വേറൊന്നും നോക്കൂല, ഫുഡേ നോക്കൂ. പിന്നെ പായസത്തിൻ്റെ കാര്യം ഞാൻ ഉണ്ടാക്കിയായോണ്ട് പറയല്ല, ബെസ്റ്റ് പാലട പായസം ഓഫ് ദ ഇയർ ആയിരുന്നു ഗൈസ്. പിന്നെ ഇതാ നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഫസീസ് വ്ലോഗ് ആണ്. അതിൻ്റെ ഇടയിൽ ഉമ്മച്ചി ദീപാവലിൻ്റെ സ്വീറ്റ്സ് കൊണ്ടുവന്നു, അതും തിന്നു നമ്മൾ. പിന്നെ സോനു മാറ്റി വന്ന് അവക്കിടാനായിട്ട് ഉമ്മച്ചി ഗ്രീന് ഗൗണൊക്കെ അടിച്ചിനും. സോ ഇനി നമ്മളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കലാണ്. ഇനി ഇതാ ഫസീസ് വ്ലോഗിൻ്റെ ഫോട്ടോഷൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും മാറി മാറി ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഗേൾസിൻ്റെ കുറച്ച് വീഡിയോ എടുത്ത് ക്യാമറമാൻ ഫാരിയോടൊപ്പം സോനു എത്തി. ഇനി കേക്ക് കട്ട് ചെയ്യണം. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെയാണ് കുറച്ചുകൂടി ലൈറ്റ് ഉള്ളതെന്ന് തോന്നിയോണ്ട് നമ്മൾ ഇവിടെ വന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ ഫാരി കുറച്ച് കേക്ക് എടുത്ത് എൻ്റെ മുഖത്തും ആക്കി തന്നു. സോ ടൈം ഫോർ റിവഞ്ചായി. ഫാരിൻ്റെ മുഖത്ത് ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ അനങ്ങാണ്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓനറിയാം എന്തായാലും ആക്കും. അഥവാ ഓൻ സമ്മതിച്ചില്ല വൈറ്റ് ടീഷർട്ടിലൊക്കെ എന്തേ ആയെന്ന് വരുന്നു. അതിൻ്റെ ഇടയിൽ ഇത് കണ്ട് കുഞ്ഞാ വന്ന് എൻ്റെ മുഖത്ത് കുറച്ച് അധികം ആക്കി തന്നു. എനിക്ക് വെറുപ്പ് പിടിക്കുന്നു. എനിക്ക്
പറ്റിയില്ല ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ മൂത്താക്കി കളിക്കുന്നത്. തിന്നാ പോരെ. ഞാൻ എന്നിട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് കുഞ്ഞാവത കണ്ടില്ലേ എൻ്റെ മുഖത്ത് കേക്കും ആക്കി ഇരിക്കുന്ന നേരത്ത്. പിന്നെ ഇതാ ഇവിടെ പൂച്ചക്കുട്ടിയുണ്ട്. പൂച്ചക്കുട്ടിക്ക് കേക്ക് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ എല്ലാവരും.